കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ ആയുള്ള 1762 മലയാളം മാംഗ എക്സ്പ്ലനേഷൻ ആണ്. ഇത് വളരെ ഡീറ്റെയിൽ ഉള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും. സോ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ കീറ B12 ഒന്ന് താങ്ക്സ് പറയട്ടെ. കാര്യം പുള്ളിക്കാരൻ 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. സോ പുള്ളിക്കാരൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോർഡ് ഓഫ് ദി മിസ്റ്ററീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. ഷുവർ ബ്രോ, ഞാൻ ഉറപ്പായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ബ്രോയ്ക്ക് വേണ്ടി ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ബിഗിനിങ് ഓഫ് ദി എൻഡ് ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്ത് മാക്സിമം അത് ഫിനിഷ് ആക്കാൻ നോക്കുന്നതായിരിക്കും. സോ ഇതേപോലെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കൊരു പ്രചോദനമാണ്. നമുക്ക് ഇതേപോലെ നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആ ഒരു ഹൈ ബട്ടൺ കൂടെ അമർത്താൻ മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ഗോൾഡ് വാലി ബാറ്റിൽ റോയൽ എന്നാണ്. ആൻഡ് ഈ ചാപ്റ്ററിന്റെ കവർ പേജിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ യാമറ്റോനെ കാണാൻ സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരി തിരിച്ച് ഫ്ലവർ ക്യാപിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരുടെ കൂടെ ഉൾട്ടിയും കീമണും അതേപോലെ തന്നെ മൊമൻസുക്കിയുണ്ട്. അത് മാത്രമല്ല കൺട്രി ഓഫ് വാനോ ഇപ്പോൾ ഒരു പീസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്ന ചാപ്റ്ററാണ് ഒരു വലിയൊരു എക്സ്പ്ലോഷനാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. സെൻ ഗാർലിംഗും റോക്സും കൂടെ ഐലൻഡിന്റെ നോർത്ത് വെസ്റ്റ് സൈഡിൽ ഒരു വലിയ ബാറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല അവിടേക്ക് ഇപ്പോൾ റീഎൻഫോഴ്സ്മെന്റിനെ അയച്ചിട്ടുമുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാപ്പാണ്. അവിടെ ഒരു സൈഡിൽ റോക്സും ഗാർലിംഗും കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോജറായിട്ട് ഈ ഐലൻഡിന്റെ സെന്ററിലുണ്ട്. അവിടേക്ക് മറൈനും അതേപോലെ റോക്സ് പൈററ്റ്സും വരുന്നുണ്ട്. റൈലി റോക്സ് നമ്മുടെ പുറകിലും അതേപോലെ നേവ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ ഷാക്കിനും കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാൻ നോക്ക്. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം റോജർ, എന്നോട് ക്ഷമിക്ക്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് റെയിലായിട്ട് നമ്മുടെ ഷാക്കിനെ പിടിച്ചുകൊണ്ട് അവിടുന്ന് ഓടുന്നതാണ്. ഈ സമയത്ത് എല്ലാവരും റെയിലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഷാക്കിനെ എനിക്ക് എടുക്കണമെന്ന് പറഞ്ഞു വരുന്ന കുറച്ചധികം ആൾക്കാരും ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ അവരുടെ ഷിപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട്. ഈ ടൈമിൽ പെട്ടെന്ന് ഒരുത്തൻ നമ്മുടെ ഷാക്കിനെ എടുക്കാൻ വരുന്നിടത്ത് ഷീക്ക് വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, എടാ മണ്ട, നീ ഷാക്കിനെ ഉപദ്രവിക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു സൈഡിൽ നമ്മുടെ വൈറ്റ് ബീഡും ബാക്കിയുള്ളവരെല്ലാവരും ഒരു വലിയൊരു ഫൈൽ തന്നെ ഏർപ്പെട്ടിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പൊ ട്രഷറാണ്. എന്നാൽ റെയിലിയുടെ കൈ കിടക്കുന്ന നമ്മുടെ ഷാക്കിയായിട്ട് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവളാട്ടെ അവന്റെ കയ്യിൽ സന്തോഷത്തോടെ കിടക്കുവാണ്. ഈ സമയത്ത് അവരോടൊന്ന് ഓടുന്ന സമയത്ത് നമ്മുടെ റെയിലിൽ പറയുന്നുണ്ട്, ഷാക്കി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്നും പറയണ്ട, എനിക്കറിയാം നീ എന്തുവാണ് പറയാൻ പോകുന്നതെന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കാർഗോ ഡെപ്പോസിറ്റ് വാർ ഹൗസ് നമ്പർ 1 ആണ്. അവിടെ പുറത്ത് നല്ല കയോട്ടിക് ബാറ്റിലാണെങ്കിലും അവിടെ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. ഇവാങ്ങും കുമയും കൂടെ അവിടേക്ക് വന്നിട്ടുണ്ട്. അവരുടെ കയ്യിലായിട്ട് ഇവർ 2 ഡെവിൽ ഫ്രൂട്ട് ഇരിപ്പുണ്ട്. അല്ല, ഇതിൽ ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത് കൃത്യമായി അറിഞ്ഞുണ്ടോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് രണ്ടും കഴിച്ചാൽ പോലെന്ന് പറയാൻ നേരത്താണ് പെട്ടെന്ന് നമ്മുടെ ബിഗ് മോം അഥവാ ലിലിന് അവിടേക്ക് വന്നിട്ട് ഇവാങ്ങൊക്കെ പിടിച്ച് ബാക്കിലേക്ക് തള്ളുന്നു. എന്നിട്ട് പറയുകയും ചെയ്യും, ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ നീ ഇത് കഴിച്ചെന്നല്ലേ. എന്നിട്ട് നേരെ കുമയുടെ നേരെ തിരിയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇവാങ്ങോൾക്ക് കയറുന്ന കാറുന്നുണ്ട്. കുമ അത് കഴിക്കാൻ നോക്ക്, പെട്ടെന്ന് കഴിക്കാൻ നോക്കുന്ന പറയുന്നിടത്ത് അവൻ ആ സെക്കൻഡ് തന്നെ അത് കഴിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ബിഗ് മോന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ ടൈമിൽ തന്നെ അവർ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെടാറുണ്ട്. ഈ ടൈമിൽ തന്നെ ഇവാങ്കൊക്കെ പറയുന്നുണ്ട്, നമുക്ക് ഒരാളെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടുന്ന് ഓടിപ്പോകുവാണ്. ഗോഡ് വാലി എന്ന് പറയുന്നത് ഒരു പ്യുവർ കയോട്ടിക്കുള്ള ഒരു അവസ്ഥയിലാണ്. അവിടെ എന്ത് ചെയ്യണമെന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. കാര്യം എല്ലാ സൈഡിൽ നോക്കിയാലും പൈററ്റ്സും മറൈൻസും എല്ലാവരും തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മറൈൻസിനെ പൈററ്റ്സിനെ പിടിക്കണോ അതോ അവിടുന്ന് ഫ്ലീ ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാ. അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഓടിയസ്താ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതേസമയം തന്നെ മറൈൻസിന്റെ സൈഡിലാട്ടെ നമ്മുടെ ഗാർപ്പിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗാർപ്പ് സെങ്കോക്കിനോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. സെങ്കോക്കു, നിനക്ക് ഇതിനെപ്പറ്റി എല്ലാത്തിനും അറിയാമായിരുന്ന ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ ടൈമിൽ സെങ്കോക്കു പറയുന്നുണ്ട്, ഗാർപ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നിന്നെപ്പോലെ എന്നെ ചോദ്യം ചോദിച്ച ഒരാൾ കൂടെ ഉണ്ടായിരുന്നു ഈ നേവിയിൽ. പക്ഷേ അവനിപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. അവൻ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയി. ഈ സമയത്ത് ഗാർപ്പിന് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. അപ്പം നീ എന്തുവാണ് പറയുന്നത്? ഈ കാണുന്നൊക്കെ ഒരു ഡ്രീമായിട്ട് കരുതണമെന്നാണോ? അല്ല, നീ കാണുന്നതാണ് റിയാലിറ്റി. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ റോക്സിന്റെ സൈഡാണ്. കോപ്പ്, ഇവന്മാര് മരിക്കത്തില്ലേ? സെബേക്ക്, എന്നെ താഴെ ഇറക്കാൻ നോക്ക്. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞൂടെ? നമുക്ക് ഓടാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇവരെന്തായാലും നമ്മൾ ഉറപ്പായിട്ടും പിടിക്കുന്നതാണ്. സെബേക്ക്, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. അല്ല, ഇവിടെ രൂപയൊക്കെ എങ്ങനെയാണ് മാറിയത്? അതിന് ഒരാളുടെ പവറാണോ? ഓൾഡ് മാൻ ആൻഡ് ഗ്രാൻഡ് പാ, നിങ്ങൾക്ക് ഇത് എന്താണ് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിളക്കുന്ന കാണുന്നു. എന്നാൽ ആ സമയത്ത് പുള്ളിക്കാരനെ അതേപോലെ തന്നെ ടീച്ചറിനെ പിടിച്ചുകൊണ്ട് നമ്മുടെ റോക്സ് അവിടുന്ന് ഓടുവാണ്. റോക്സിന്റെ പുറകെയിട്ട് ഗാർലിംഗും അതേപോലെ തന്നെ കുറച്ചധികം ഡെവിൾസും ഉണ്ടായിരുന്നു. ആ ഡെവിൾസിനെ കാണാനായിട്ട് ഏകദേശം നമ്മുടെ എൽബഫിൽ ആ ഒരു ബാക്കിയുള്ളവർക്ക് സംഭവിച്ചതുപോലെ തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ അവരെല്ലാവരും ഡോമി റിവേഴ്സിൽ പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഗാർലിംഗ് പറയുന്നുണ്ട്, അവൻ ശരിക്കും സ്ട്രോങ്ങർ ആണ്. അവൻ തന്ന ഈ വോണ്ട് കണ്ടില്ലേ, ഇതെന്തായാലും ഹീൽ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതേസമയം തന്നെ ഗാർലിംഗിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് ചോദിക്കുന്നുണ്ട്, അവൻ എന്തായാലും ഡേവിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവനോട് വെച്ച് തന്നെ കൊന്നേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദി ഗ്രേറ്റ് വൺ ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെടുന്ന ന്യൂസ് ആയിരിക്കും. പക്ഷേ അവൾ പറയും ചെയ്യും, എന്തായാലും ഈ ഗെയിം എൻ്റെ ആയത് അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ റോക്സ് മുന്നോട്ട് തന്നെ
തന്നെ ഓടുമായിരുന്നു. പക്ഷേ അവൾ ഇടക്കിടന്ന് കാണുന്നുണ്ട്, റോക്സ് എന്നെ താഴ്ത്തിറക്ക് ഏറിസ്, ഞാൻ പറയുന്ന കേൾക്ക്, നിനക്കറിഞ്ഞൂടെ ഒരു ഡേവി എങ്ങനെ പെട്ടുകഴിഞ്ഞാൽ അവർ ആക്സിഡന്റിൽ പോലും പെട്ടുകഴിഞ്ഞാൽ അവരനുഭവിക്കാൻ പോകുന്ന വേദന അത് നരക തുല്യമായിരിക്കും. അത് നിനക്കറിയാലോ, അത് അത്ര പുള്ളക്കളിയൊന്നുമില്ല. അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഡേവി അല്ലേ, അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാൻ ഒരു പൈലറ്റായിട്ട് കൂടി അവരെല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലേ, പിന്നെന്തുകൊണ്ട് നീ പറയുന്നത്? എന്നാൽ ആ സമയത്ത് തന്നെ അവന്റെ കയ്യിൽ നിന്ന് അവൾ നേരെ താഴത്തേക്ക് ചാടി. എന്നിട്ട് പറയും, എന്റെ മകനെ പോലും പ്രൊട്ടക്ട് ചെയ്യാതെ നിന്നെ മാത്രം റിലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെണ്ണാണ് ഞാനെങ്കിൽ നീ ഒരിക്കലും എന്നെ പ്രേമിക്കത്തില്ലായിരുന്നല്ലോ സെബേക്ക്. അത് സത്യമല്ലേ? ഈ സമയത്ത് സെബേക്ക് പറയുന്നുണ്ട്, നിനക്കുപോലെ വട്ടായോ? എനിക്കറിയാം നീ എന്തോ പറഞ്ഞു വരുന്നത്, ക്യാപ്ചർ ചെയ്തുള്ള പ്രശ്നം എനിക്കറിയാം. പക്ഷേ അങ്ങനെ അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ടീച്ചറിനെ കൊന്നാളെ അതേപോലെ എന്നെയും കൊല്ലുന്നതായിരിക്കും. നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ലുലൂഷ്യയിൽ വെച്ച് കാണാം സെബേക്ക്. അത് കഴിയുന്നിടത്ത് അവനവിടുന്ന് പോകുവാണ്. അവസാനം നീ നിന്റെ ഭാര്യനെ മകനെ ഉപേക്ഷിച്ചല്ലേ, ഇനി നമുക്ക് കാണാം നീ എങ്ങനെയായിരിക്കും എന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് റോക്സ് പറയുന്നുണ്ട്, വാ ഇനി നമുക്ക് നോക്കാം, ഇനി ഞാൻ ഏത് അറ്റം വരെ പോകാനും റെഡിയാണെന്നും പറഞ്ഞുകൊണ്ട് തന്റെ സോഡ് മുകളിലേക്ക് ഉയർത്തി താഴത്തേക്ക് ഒരു ഹ്യൂജ് ആളുടെ അറ്റാക്ക് നമ്മുടെ റോക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് ഗോഡ് വാലിനെ തന്നെ പിടിച്ച് കുലുക്കി. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞ് ഒരുത്തം പോലും പോകത്തില്ല, വാടാ നായകളെ നമുക്ക് നോക്കാമെന്ന് പറയുകയും ചെയ്യും. എന്നാൽ ഈ സമയത്ത് പുള്ളിക്കാരി തിരിഞ്ഞ് സെബേക്കിനെ നോക്കിയിട്ട് നമ്മുടെ ടീച്ചറിനെ കയ്യിൽ വെച്ചുകൊണ്ട് അവൾ നേരെ ഓടുവാണ്. അവൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലിലിനാണ്. പുള്ളിക്കാരി പറയുന്നുണ്ട്, സോ ഓ നോമി മോഡൽ അസുര ഡ്രാഗൺ ഇതെനിക്ക് കിട്ടി, ഇതെന്തായാലും കാട്ടക്കുറുക്കി കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ക്രൂവിൽ, എൻ്റെ ഫ്യൂച്ചർ ക്രൂവിൽ വലിയ ട്രമൻഡസ് ആയുള്ള ഒരു സ്ട്രെങ്ത് തന്നെ കിട്ടുമെന്ന് പറയുന്നിടത്താണ് പെട്ടെന്ന് അവിടേക്ക് കായിഡോ ചാടി വന്ന് നമ്മുടെ ബിഗ് മോമിൻ്റെ മുഖത്ത് നോക്കി ഒരു വലിയൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ തന്നെ ഈ ഡെവിൾ ഫ്രൂട്ട് മേലിലേക്ക് തെറിച്ചു പോകുകയും അത് മറ്റൊന്നും ചിന്തിക്കാതെ കായിഡോ അപ്പം തന്നെ കയറി കഴിക്കുകയും ചെയ്യും. എന്നാൽ ഇത് കണ്ടലിന് നന്നായിട്ട് ദേഷ്യം വരെ പുള്ളിക്കാരി ഒരു മാസീവ് വളരെ അറ്റാക്ക് അവിടെ ചെയ്യുകയും ഒരു വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കുകയും ചെയ്യും. ഷാങ്സിനെ കൈ വെച്ചുകൊണ്ട് ഡ്രാഗൺ ഒരു സൈഡിലേക്കും ടീച്ചിനെ കയ്യിൽ വെച്ചുകൊണ്ട് എറിസ് മറ്റൊരു സൈഡിലേക്കും ഓടുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ രണ്ടുപേരും ഒരേപോലെ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എന്ത് വില കൊടുത്തു ഞാൻ നിന്നെ ഉറപ്പായിട്ടും രക്ഷിച്ചിരിക്കും, നിന്നെ ഒരിക്കലും മരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഗെയിമിന്റെ ബാക്കിലത്തെ സ്റ്റേജാണ്. അത് കാർഗോ ഡെപ്പോസിറ്റ് വെയർഹൗസ് നമ്പർ 2. അവിടെയാണ് ഒത്തിരിയധികം ട്രഷർ ഉള്ളത്. വലിയൊരു എക്സ്പ്ലോഷനും അവിടെ കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് റോജറിന്റെ ക്രൂ ആണ് അവിടേക്ക് ആദ്യം വന്നിട്ടുള്ളത്. അവർ ഇതുവരെ കാണാത്ത പല ട്രഷേഴ്സും അവിടെ ഉണ്ടായിരുന്നു, പല ഡെവിൾ ഫ്രൂട്ട്സും അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുക്കാനായിട്ട് അവിടേക്ക് നമ്മുടെ റോക്സിന്റെ ടീം വന്നിട്ടുണ്ട്. പക്ഷേ ഗബാൻ അതൊക്കെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു സൈഡിൽ നമ്മുടെ മാറിൻസ് പറയുന്നുണ്ട്, ഒരുത്തരെയും വിട്ടുകളയല്ലേ, എല്ലാത്തിനും പിടിക്കണം, എല്ലാ പൈലറ്റ്സിനും പിടിക്കണം, ഒരാൾ പോലും ഈ ഐലൻഡിൽ നിന്ന് ജീവനോടെ പോകാൻ പാടില്ല. ഈ സമയത്ത് ഗാർപ്പും പറയുന്നുണ്ട്, ഈ ഒരു ഐലൻഡ് സത്യം പറഞ്ഞാൽ മാഡാണ്, ഫുള്ളി മാഡാണ്. എന്നാൽ ഈ ടൈമിൽ തന്നെ നേവിയുടെ ഷിപ്പ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ചത് അവരെ രക്ഷിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിൽ, എന്നാൽ ആ നേവി ഷിപ്പ് അവിടേക്ക് വന്നത് അവരെല്ലാവരെയും കീഴ്പ്പെടുത്താനായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ കുമേനയായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് ഒരാളെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണം. ഇതേ സമയത്ത് തന്നെ സാറ്റേൺ ഇതെല്ലാം കണ്ടോട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സാറ്റേൺ, റോക്സ് മരിച്ചോ? ഇല്ല, പക്ഷേ എല്ലാം ഔട്ട് ഓഫ് കൺട്രോളിലായിട്ടുണ്ട്. ഈ സമയത്താണ് അവരെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് എന്തോന്ന് ആകാശത്തിലേക്ക് ഉയരുന്നുണ്ടായിരുന്നു. അതെന്താണ്? അതൊരു ഡ്രാഗൻ അല്ലേ? ഇത് ഡ്രാഗൻ ഇങ്ങനെ വന്നു. എന്നാൽ അതൊരിക്കലും അനുവദിച്ചുകൂടെന്നും പറയുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് കുമേനാണ്. കുമയായിട്ട് ഒത്തിരിയധികം പേരാണ് അവിടുന്ന് സേഫായുള്ള മറ്റൊരു പോസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അവരെല്ലാവരും കുമയ്ക്ക് താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല അവരുടെ എല്ലാവരുടെ വേദന കുമ അവരുടെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നുകൊണ്ട്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. നമ്മുടെ ഗോഡ് വാലി ഫുൾ ഒരു അൺയൂഷ്വലായുള്ള ഹാക്കിയുടെ പ്രസൻസ് വന്നു. ഇത് റോജറും ഗാർപ്പും റോക്സും ഒരേപോലെ ശ്രദ്ധിച്ചു. സാറ്റന്റെ രൂപത്തിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് റോജറിനോട് ചോദിക്കുന്നുണ്ട്, ബോസ് അത് റോക്സ് പൈലറ്റ്സ് ആണോ? എനിക്ക് തോന്നുന്നില്ല അത് അവരാണെന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റോക്സ് ഡി സെബാക്കിനാണ്. പുള്ളിക്കാരനായിട്ട് അവിടെ നിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അവൻ്റെ അടുത്തേക്ക് വന്ന എല്ലാവരും താഴെ കിടക്കുമായിരുന്നു, ഇൻക്ലൂഡിങ് നമ്മുടെ ഫിഗർലാൻഡ് ഗാർലിംഗ്. ഈ ടൈമിൽ റോക്സ് പറയുന്നുണ്ട്, എടാ നിനക്കറിയാലോ നീ ഇപ്പം എന്നെ കൂടെ നിന്നിട്ട് നിനക്കൊരു ഉപയോഗവും ഇല്ലെന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഒന്നും വന്നതല്ലേ, ഇനി എന്തായാലും ഇത് തീർത്തിട്ട് പോകാം. ഈ സമയത്ത് കായുടെ മുകളിലേക്ക് വീഴുന്നുണ്ട്, നോക്കുന്നുണ്ട് ഇവന്മാർ എവിടെയാണ്. അങ്ങനെയാണ് ഇവരെ കണ്ടുമുട്ടുന്നത്. അത് കഴിഞ്ഞ കായുടെ വൈറ്റ് ബേർഡ് നിൽക്കുന്ന അതേപോലെ റോക്സിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, അവസാനം എനിക്ക് ആഗ്രഹമുള്ള ആ ഒരു പവർ കിട്ടി, ഇതെന്തായാലും എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. ആ സമയത്ത് റോക്സ് പറയുന്നുണ്ട്, കായിഡോ നീ ഇത്രയും ഫൈഡായിട്ട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആ ടൈമിലാണ് വൈറ്റ് ബേർഡ് ചോദിക്കുന്നത്, അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അത് എന്തുവാണ്? ഈ സമയത്ത് സാറ്റിന്റെ കൂടെ ഉണ്ടായിരുന്ന സോൾജേഴ്സ് എല്ലാവരും പേടിച്ച് ഓടാൻ തുടങ്ങി. അവർ ചോദിക്കുന്നുണ്ട്, സാറ്റൻ താങ്കൾക്ക് ഇത് എന്ത് പറ്റി? താങ്കളുടെ രൂപം എന്താണ് ഇങ്ങനെ മാറുന്നത്? അത് ലിറ്ററലി ഒരു മോൺസ്റ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ഗാർപ്പ് ചോദിക്കുന്നുണ്ട്, കോപ്പ് ഞാനിവിടെ എന്താ സ്വപ്നം കാണുവാണ്? ആ സമയത്ത് ഇതെല്ലാം കാണുന്ന റോജറുടെ ഇതെല്ലാം നല്ലൊരു അഡ്വഞ്ചർ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ആ ടൈമിലാണ് റോക്സ് അത് പറയുന്നത്, എന്തുവാണെന്നല്ലേ നീ ഇപ്പൊ എന്നോട് ചോദിച്ചത്?
എങ്കിൽ അതിന് ഉത്തരമുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഈ ലോകം തന്നെയാണ്. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. വളരെ കയോട്ടിക്കായുള്ള ഒരു എൻഡിങ് തന്നെയായിരുന്നു. നെക്സ്റ്റ് ചാപ്റ്ററിലായിരിക്കും കുറച്ചുകൂടെ അധികം എൻഗേജിങ് ആകാൻ പോകുന്നത്. പക്ഷേ അടുത്ത വീക്ക് ബ്രേക്കാണ്. അതിനർത്ഥം അടുത്ത ആഴ്ചയായിരിക്കും നമുക്ക് ചാപ്റ്റർ ഇറങ്ങാൻ പോകുന്നത്. ഇറങ്ങാൻ നേരത്തെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ലീക്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.